അങ്ങനെ ആ 15 ലിയോണിന്റെ വെള്ളം എങ്ങനെയാണ് 6 ലിയോണിന് വാങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനും അദ്ദേഹത്തിനോടൊപ്പം കൂടി. ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചേ, ഈ പൈസ കുറച്ച് വെള്ളം വാങ്ങുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് ഈ ചേച്ചിക്ക് കൂടെ പറഞ്ഞു കൊടുത്തുകൂടെ? പാവം ദേ കണ്ടോ 10 ലിയോൺ കൊടുത്തിട്ട് 2 കന്നാസ് വെള്ളമായിട്ട് പോകുന്ന കണ്ടോ. പുള്ളി പറയുവാണ് ഈ ടെക്നിക്കൊക്കെ അവർക്കും അറിയാവുന്ന, പക്ഷെ അവർക്ക് മെനക്കെടാൻ വയ്യ, ജസ്റ്റ് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടും. അങ്ങനെ പോയി ഒരു ഊടുവഴിയിൽ എത്തിയപ്പോഴത്തേനും ദേ വഴി ബ്ലോക്ക്. ഞാൻ പറഞ്ഞേ ഈ കുട്ടികൾ ഇങ്ങനെ വെള്ളവും ചുമന്നുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം. പുള്ളി പറയുവാണേ നിങ്ങൾ കൂടുതൽ സംഘടിക്കൊന്നും വേണ്ട, അവരുടെ അമ്മമാരാണ് പൊക്കി തലയെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നടന്ന് ദേ ഈ കാണുന്ന തകരത്തിന്റെ മണ്ടേ ചവിട്ടി ഞാൻ അങ്ങ് അപ്പുറത്ത് ചെന്നപ്പം പുള്ളി പറയുമോ, നിക്ക് ഞാൻ ദാണ്ട് ഇവിടുന്നാണ് വെള്ളം കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ദാ പുള്ളി ആ തകരത്തിന്റെ അടപ്പ് തുറന്ന് എന്നെ ഒന്ന് കാണിച്ചു. എന്റെ ദൈവമേ, ഇതെന്ത് പാതാളക്കുഴിയോ. ആ തകരത്തിൽ ചവിട്ടിയാണ് ഞാൻ അപ്പുറത്തേക്ക് പോയത്. അതെങ്ങാനും ഒന്ന് പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മാവേലിയെ കണ്ടേനെ. ഇവരുടെ കിണറൊക്കെ ഇങ്ങനെയാണേ, നമ്മുടെ നാട്ടിലെ കൂട്ട് കൈവരി പൊക്കിയൊന്നും കെട്ടത്തൊന്നുമില്ല. അങ്ങനെ ആ അഗാധ ഗർത്തത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പുള്ളി പറഞ്ഞു, ഇതിനകത്തുനിന്ന് വെള്ളം കോരിയെടുക്കാൻ ഇത്തിരി പാടാണെങ്കിലും ഒരു ബക്കറ്റ് വെള്ളത്തിന് ഇവിടെ 2 ലിയോൺ കൊടുത്താൽ മതി. അങ്ങനെ 3 ബക്കറ്റ് വെള്ളവും കോരി 6 ലിയോണും കൊടുത്തിട്ട് പുള്ളി എന്റെ അടുത്ത് പറയുക, ഇത്തിരി കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് 8 ലിയോൺ ലാഭമായി. ആ 8 ലിയോൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 കപ്പ് അരി കിട്ടും ഇവിടെ. ഇതെല്ലാം കണ്ടിട്ട് പുള്ളിക്ക് ഒരു 10 കപ്പ് അരിയെങ്കിലും വാങ്ങിക്കൊടുക്കാതെ എങ്ങനെയാ തിരിച്ചു വരിക?